മാരുതി ബ്രസ്സേൻ്റെ മാനിഫോൾഡ് ഈജാറും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ കസ്റ്റമർക്ക് ഇത്തിരി പുള്ളിയും കുറവും മൈലേജ് ഷോട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം വണ്ടി ഏകദേശം ഒരു 80,000 കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മാനിഫോൾഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടുണ്ടാവും. അപ്പോൾ നല്ല ബ്ലോക്കില്ല, ഇന്ന് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. അങ്ങനെയുണ്ടോ ഇത് ഇത്രയും നല്ല ബ്ലോക്ക് ഉണ്ടാകും, ആ ഹോളും കാര്യങ്ങളൊക്കെ അടയാറുണ്ട് കേട്ടോ. അപ്പോൾ പൊടിക്ക് മൈലേജ് ഷോട്ടും കാര്യങ്ങളുള്ളൂ. അപ്പോൾ കസ്റ്റമർ എന്തായാലും മാനിഫോൾഡും ഈജാറും കഴിച്ച് ക്ലീൻ ചെയ്തതാണ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ മാനിഫോൾഡ് ഈജാറും കാര്യങ്ങളൊക്കെ പീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 70,000 ഒരു 60-80 മാനിഫോൾഡും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ. അതായത് സ്വിഫ്റ്റ് ആ റേഞ്ചിലെ ഡീസൽ വണ്ടികളും കാര്യങ്ങളൊക്കെ നല്ല പുള്ളിയും കൊണ്ടായിരിക്കും, മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് മാനിഫോൾഡിനകത്ത് നല്ല അഴുക്കുണ്ട്. ഇതാ ഈ ജിയറിൻ്റെ കൂളറിനകത്തേക്കും നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ നല്ലപോലെ ക്ലീനാക്കണ്ടോ, ക്ലീനാക്കി തിരിച്ച് കയറ്റണം. അപ്പോൾ ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഷോപ്പിലേക്ക് പോകുന്നു കേട്ടോ. ലൊക്കേഷൻ കയറാലോ, പെരിന്തൽമണ്ണ അമ്മിനിക്കാട് EMS ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്ന് ഡീസലൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടിയ കാർബൺ ഡെപ്പോസിറ്റ് കേട്ടോ. അപ്പോൾ ഇതാ കാര്യങ്ങളെല്ലാം ക്ലീനാക്കി നല്ലപോലെ വാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റാക്കണം. ഇനി പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ പൈപ്പിനകത്തും നല്ല ആഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.